Welcome. In this class, we will discuss iterative methods. Two types of iterative methods we will consider here: successive bisection method and Newton-Raphson method. So iteration, what is meant by this iterative methods? Iteration means something what is a repetition. So it is a trial and error method by which we are trying to find out the root of a given equation. Suppose there is an n degree polynomial is there, it will have n roots. But it's a third degree polynomial considered, it should have 3 roots. Second degree polynomial considered, it should have 2 roots. So this number of roots എങ്ങനെ കണ്ടുപിടിക്കുക? അത് പല ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി റെപ്പറ്റേറ്റീവായി ചെയ്താണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കാറ്. Okay. So suppose first എങ്ങനെയാണ് നമുക്കൊരു ബൈസെക്ഷൻ മെത്തേഡിലേക്ക് ആദ്യം വരാം. ബൈസെക്ഷൻ മെത്തേഡ് ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. സോ ഇഫ് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു 0 ഫോർ വാട്ട്, ഏത് എക്സിനാണോ എഫ് ഓഫ് എക്സ് 0 ആവുന്ന ആ എക്സിനെ നമുക്ക് റൂട്ട് എന്ന് വിളിക്കാം. അപ്പം y ഇസിക്കൽ ടു എഫ് ഓഫ് എക്സ് എന്നൊരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഏതൊക്കെ പോയിന്റിൽ കട്ട് ചെയ്യുന്നു, ദിസ് പോയിന്റ് ഗ്രാഫ് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, ഈ പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്, ഈ പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. സോ ഇറ്റ് മസ്റ്റ് ഹാവ് 3 റൂട്ട്സ് അറ്റ് 3 പോയിന്റുകളിൽ എഫ് ഓഫ് എക്സ് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് എക്സ് ഇസിക്കൽ ടു -1.5 കട്ട് ചെയ്യുന്നുണ്ട്, എക്സ് ഇസിക്കൽ ടു 1 കട്ട് ചെയ്യുന്നുണ്ട്, എക്സ് ഇസിക്കൽ ടു 2.5 കട്ട് ചെയ്യുന്നുണ്ട്. സോ -1.5, 1 and 2.5 are called the root of these equations. അപ്പം ഇത് എങ്ങനെയാണ് ഒരു സക്സസീവ് ബൈസെക്ഷൻ മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന, നോർമലി ബൈസെക്ഷൻ മെത്തേഡിൽ കണ്ടുപിടിക്കുന്നത്, ആദ്യം നമ്മൾ 2 എക്സുകൾ ഗസ് ചെയ്യുന്നു, 2 എൻഡ് പോയിന്റുകളായിട്ട് 2 എക്സുകൾ ഗസ് ചെയ്യുന്നു. സപ്പോസ് ഈ ഒരു റൂട്ടിൻ്റെ ഗസ് ആണ് നമുക്ക് -4ഉം 6ഉം കൺസിഡർ ചെയ്യാം. -4 and 6 വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതാണ് എക്സ് മിനിമം കൺസിഡർ ചെയ്യുന്നു, എക്സ് മാക്സിമം കൺസിഡർ ചെയ്യുന്നത്. The roots are supposed to be in between these x minimum and x maximum. ഒരു ഇന്റർവെൽ ഇവിടെ -4, -3, -2 എന്ന് പറയുമ്പോൾ ഇന്റർവെൽ ഈസ് 1 ആണ് ഇന്റർവെൽ. സോ ഒരു ഇന്റർവെല്ലും നിശ്ചയിക്കുക. അതിനുശേഷം ഈ ഇന്റർവെൽ ഉപയോഗിച്ച് നമുക്ക് ഡിഫറെന്റ് എക്സ് വാല്യൂസ് നൽകുക. ഏത് എക്സ് വാല്യൂസിനാണോ എഫ് ഓഫ് എക്സ് 0 ആവുന്ന ആ എക്സ് വാല്യൂവിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, റൂട്ടായിട്ട് കൺസിഡർ ചെയ്യുക. ഇതൊരു കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഇക്വേഷൻ ആണെങ്കിൽ, കുറച്ച് ഹൈ ഡിഗ്രി പോളിനോമിയൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായം തേടാം. ആ കമ്പ്യൂട്ടറിലേക്ക് ഈ പറഞ്ഞ ഈ അൽഗോരിതം അനുസരിച്ച് പ്രോഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ. നൗ സ്പെസിഫിക് ആയിട്ട് സക്സസീവ് ബൈസെക്ഷൻ മെത്തേഡിലേക്ക് വരാം. സക്സസീവ് ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഈസ് ആൾസോ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നമ്മളോട് ഒരു എൻഡ് പോയിന്റ് ടു എക്സിൻ്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിനെ ഒരു മിനിമം വാല്യൂ കൺസിഡർ ചെയ്യുന്നു, എക്സിനെ ഒരു മാക്സിമം വാല്യൂ കൺസിഡർ ചെയ്യുന്നു. സപ്പോസ് എക്സിൻ്റെ മിനിമം വാല്യൂ x0 ആയിട്ട് എടുക്കുന്നു, എക്സിൻ്റെ റൈറ്റ് എൻഡിലെ വാല്യൂ x1 ആയിട്ട് എടുക്കുന്നു. x0 മൈനസ് ആവാം, x1 പോസിറ്റീവ് ആവാം. ആ രീതിയിൽ കൺസിഡർ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ now we have x0, let me take the pointer option. Okay, so here we are taking 2 points x0 and x1. Now another taken x2 is taken as a midpoint of x1 and x2. So midpoint of x1 and x0 means x1 plus x0 by 2. It is called as x2. So if f of x2 is 0, it is a root. This is x1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. x0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. This is x1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. This is a midpoint x2. This f of x is not 0. F of x is greater than 0. F of x is greater than 0 ആണ്. 0ക്ക് മേളിലാണ് ഗ്രാഫിൻ്റെ പോയിന്റ് കണ്ടറിയാം. സോ ഈ പോയിന്റ്, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരുന്നെങ്കിൽ ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ റൂട്ട് എന്ന് നമുക്ക് എടുക്കാം. ഇത് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് റൂട്ട് ഈസ് നൗ
reduced and is considered in between x0 and x1. So now the interval of tabulation കുറച്ചുകൂടെ reduce ആയി. x0യ്ക്കും x1നും ഇടയിലായിരുന്നത് റൂട്ടിന് x0യ്ക്കും x2നും ഇടയിലാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിനു വേണ്ടി x3 എന്ന് പറയുന്ന അടുത്ത പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. x3 എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ദ മിഡ് പോയിന്റ് ഓഫ് x2 ആൻഡ് x0 ആണ്. x2 ആൻഡ് x0 ആണ്. ആ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുക. സപ്പോസ് at x, suppose this point is x3, ഈ പോയിന്റ് തന്നെയാണ് x3 ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ f of x3 0 ആണെങ്കിൽ we can reach at the solution that x3 is one of the solution of the equation. ഇനി അതല്ല f of x3 0 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കൺസിഡറേഷനിലേക്ക് പോകണം. റൂട്ട് എന്ന് പറയുന്നത് f of x3 is greater than 0 എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ x0യ്ക്കും x3ക്കും ഇടയിലായിരിക്കും. വീണ്ടും ഇങ്ങനെ ഇന്റർവെൽ കുറച്ച് അവസാനം നമ്മൾ ആ റൂട്ടിൽ എത്തിച്ചേരും. അപ്പോൾ ഇവിടെ ഒരു കേസ് ഉണ്ട്. f of x2 ആൻഡ് f of x3 ഇവയെല്ലാം ഒന്നുകിൽ 0 ആണെങ്കിൽ റൂട്ടാണ്, അല്ലെങ്കിൽ f of x2 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റൂട്ടിൽ പുതിയ ഇന്റർവെൽ നമ്മൾ കണ്ടെത്തണമെന്നാണ്. ഇനി f of x2 ലെസ് ദാൻ 0 എന്നൊരു കണ്ടീഷനും വരാം. അപ്പോൾ എന്ത് ചെയ്യാം? അതാണ് അടുത്ത പറയുന്നത്. അതായത് ഇവിടുത്തെ കണ്ടീഷൻ ദാറ്റ് ഈസ് x0യ്ക്കും x1നും ഇടയിലെ ഒരു മിഡ് പോയിന്റ് ആണ് x2ലും f of x2 0 അല്ല, ബട്ട് ദിസ് f of x2 is ലെസ് ദാൻ 0. ലെസ് ദാൻ 0 ആകുമ്പം പുതിയ ഇന്റർവെൽ എന്ന് പറയുന്നത് നോട്ട് ബിറ്റ്വീൻ x0 ആൻഡ് x2 ബട്ട് ബിറ്റ്വീൻ x2 ആൻഡ് x3. ഇതാണ് പുതിയ ഇന്റർവെൽ എന്ന് പറയുന്നത്. നേരത്തെ ഇപ്പുറത്തായിരുന്നു ഇന്റർവെൽ. കാരണം ഇതിനിടയിലാണ് ഇനി നമുക്ക് റൂട്ട് പ്രതീക്ഷിക്കാവുന്നത്. സോ അതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുന്നു. ആ മിഡ് പോയിന്റ് ആണ് ഇവിടുത്തെ x3 എന്ന് പറയുന്നത്. ഇഫ് f of x3 is equal to 0 then we can say that x3 is a root. അതല്ല x3 റൂട്ട് അല്ല എന്നുണ്ടെങ്കിൽ x3 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ x3 ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നതെങ്കിൽ റൂട്ട് വിൽ ബി ഇൻ ബിറ്റ്വീൻ x2 ആൻഡ് x3 ആയിരിക്കും. x3 ലെസ് ദാൻ 0 ആണ് വരുന്നതെങ്കിൽ റൂട്ട് വിൽ ബി ഇൻ ബിറ്റ്വീൻ x1 ആൻഡ് x3 ആയിരിക്കും. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയി നമുക്ക് സൊല്യൂഷൻസ് എത്ര സൊല്യൂഷൻസ് ആണോ വേണ്ടത് അത്രയും സൊല്യൂഷൻ കിട്ടുന്നവിടെ വരെ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. ദിസ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ദ സക്സസീവ് ബൈസെക്ഷൻ മെത്തേഡ്. സെയിം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രോഗ്രാമിൻ്റെ ലോജിക്കിലേക്ക് എങ്ങനെ സപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഈ അൽഗോരിതം കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചതിന് ശേഷം അൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വായിച്ചു പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാണ്. അടുത്ത മെത്തേഡിലേക്ക് നമ്മൾ വരുന്നു. അതാണ് ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡിലും നമ്മൾ കണ്ടെത്താൻ പോകുന്നത് റൂട്ട് ഓഫ് ദി സൊല്യൂഷൻ, റൂട്ട് ഓഫ് ദി ഇക്വേഷൻ ആണ് കണ്ടെത്താൻ പോകുന്നത്. നേരത്തെ നമ്മൾ മിഡ് പോയിന്റ് ആണ് ഉപയോഗിച്ച് കണ്ടെത്തിയെങ്കിൽ ഇവിടെ സ്ലോപ്പിന്റെ ഫുഡ് പോയിന്റ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഈ മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. എന്താണ്ട് ഇവിടെ ഒരു ഫംഗ്ഷൻ നമുക്ക് f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ f of x നെ സൂചിപ്പിക്കുന്ന ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. സപ്പോസ് വി ആർ ഗസിങ് എ പോയിന്റ് x0 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. അതിന്റെ f of x വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് f of x വാല്യൂ. ആ f of x വാല്യൂവിൽ വെച്ച് അതിൻ്റെ ഒരു സ്ലോപ്പ് വരയ്ക്കുന്നു. ആ സ്ലോപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ദാറ്റ് സ്ലോപ്പ്. ആ സ്ലോപ്പിനെ f dash of x0 എന്ന് വിളിക്കുന്നു. ആ സ്ലോപ്പിന്റെ ഫുഡ് പോയിന്റ് ആണ് ഇത്. ആ ഫുഡ് പോയിന്റിനെയാണ് ഞാൻ x1 എന്നിവിടെ വിളിച്ചിരിക്കുന്നത്. സോറി x1 എന്ന് വിളിച്ചിരിക്കുന്നു. ഈ ഫുഡ് പോയിന്റ് സപ്പോസ് ദിസ് ഈസ് x1. ഈ x1 f of x1 എടുക്കുക. നൗ f of x1 എടുക്കുമ്പോൾ 0 ആണെങ്കിൽ ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ റൂട്ട്. ഇനി f of x1 റൂട്ട് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? f of x1 ഈക്വൽ ടു 0 അല്ല എന്നുണ്ടെങ്കിൽ ഈ f of x1ൽ നിന്ന് ഈ f of x എന്ന് പറയുന്ന കർവിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ആ മുട്ടുന്ന പോയിന്റ് ആയിരിക്കും f of x1 എന്ന് പറയുന്നത്. അവിടെ സ്ലോപ്പ് വരയ്ക്കുക. ആ സ്ലോപ്പിന്റെ ഫുഡ് പോയിന്റ് വീണ്ടും എടുക്കുക. ആ ഫുഡ് പോയിന്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റൂട്ട്. ഫുഡ് പോയിന്റ് 0 അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതിന്റെ ആ പെർട്ടിക്കുലർ f of x-ന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. പ്രൊസീജിയർ തുടരുക. ദിസ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് എ ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ്. ഇതിലും അവസാനം നമ്മൾ എത്തിച്ചേരുന്ന f of x 0 ആവുന്ന വാല്യൂസ് കണ്ടെത്തുക എന്നുള്ള ലൈനിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ കണ്ടെത്തുന്നത്. സോ ഫസ്റ്റ് കേസ് എടുക്കുക. ഫസ്റ്റ് കേസ് എന്തായിരുന്നു? x0 എന്ന് പറയുന്ന പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ f of x0 ഉണ്ട്. f dash of x0 എന്ന് പറയുന്ന സ്ലോപ്പാണ്. അപ്പം നമുക്ക് f dash of x0 എന്ന് പറയുന്നത് സ്ലോപ്പാണ്. സ്ലോപ്പ് ഇത് തീറ്റ പോയിന്റ് ആണെങ്കിൽ tan theta is a slope. Tan theta is equal to this is f of x0. This is f of x0 and this is x0 minus x1. അതാണ് f of x0 by x0 minus x1 എന്ന് വിളിക്കുന്നത്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് tan theta എന്ന് പറയുക f of
f dash of x0 equal to f of x0 divided